ബേക്കൽ അരവത്ത് കലാവിസ്മയം തീർത്ത് ഉത്തരേന്ത്യൻ സാംസ്കാരിക മേള. നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിന്റെ ആംഫി തിയേറ്ററിലാണ് കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച അവിസ്മരണീയമായ പരിപാടി അരങ്ങേറിയത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ഭാരത സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ തഞ്ചാവൂരും നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റും സംയുക്തമായാണ് നോർത്ത് ഇന്ത്യൻ കൾച്ചറൽ ഫെസ്റ്റും സെമിനാറും സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി ബേക്കൽ അരവത്തെ നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിന്റെ ആംഫി തിയേറ്ററിൽ നടന്ന പരിപാടി നാടിന്റെ ഉത്സവമായി മാറി. होया हमारे भर की पहुंचाते ആദ്യ ദിവസം നടന്ന കലാപരിപാടികളും കലയും കാലവും എന്ന സെമിനാറും സിനിമാ നടനും DYSPയുമായ CBK തോമസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഇപ്രാവശ്യം കൂടെ വന്നിട്ട് ഇനി അദ്ദേഹത്തെ വിളിക്കില്ല. എനിക്ക് നല്ലൊരു ചാൻസ് നിങ്ങളെന്നെ കാണാനും ഈ ട്രസ്റ്റിന്റെ ഭാഗമാകാനും സാധിക്കുക എന്നത് പിന്നെ ഒരു സ്വപ്നമായി മാറും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അതിന്റെ ജീവിതത്തിൽ ഒരു നഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒരുപാട് സാംസ്കാരിക സമ്പന്നരായ ഒരുപാട് നല്ല ചിന്തകളുടെ ആളുടെ ഒരു കൂട്ടായ്മയോടൊപ്പം ചേരുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഡോപ്പമിൻ ഒരുപാട് ഉണ്ടാക്കും, നമുക്ക് നല്ല സന്തോഷം പ്രദാനം ചെയ്യും. കൽക്കുറ ഫൗണ്ടേഷൻ ചെയർമാൻ പ്രദീപ് ಕಲ್ಕುರ ಮುಖ್ಯಾತಿಥಿಯಾಗಿ ಪಂಗಡೆತು. ನಮ್ಮ ದೇಶ ಇಲ್ಲಿಯ ಬಹುಮಹಡಿ ಕಟ್ಟಡಗಳಿಗಾಗಲಿ ಅಥವಾ ದೊಡ್ಡದಾದಂತಹ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಗಳಿಗಾಗಲಿ ಅದು ಮಾನ್ಯವಾದುದಲ್ಲ, ಆ ನೆಲೆಯಿಂದ ಗುರುತಿಸಲ್ಪಟ್ಟದಲ್ಲ. പ്രശസ്ത തെയ്യം കലാകാരൻ വിജയൻ പെരിയ മീങ്ങുന്നോൻ, പൂരക്കളി അവാർഡ് ജേതാവ് TV കൃഷ്ണൻ, സിനിമാ നാടക സംവിധായകൻ ഗോപി കുറ്റിക്കോൽ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. അരവിന്ദൻ ബേക്കൽ, വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. അവസാന ദിവസം നടന്ന കലാപരിപാടികളും കലയും കാൽപ്പനികതയും എന്ന സെമിനാറും പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭന ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എത്ര വിഷമതകൾ ഉണ്ടെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാനും ചിന്തിപ്പിക്കാനും നമ്മുടെ കലാകാരന്മാർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യവും കൂടിയാണ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറിയും പോലീസ് ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ V ബാലകൃഷ്ണനായിരുന്നു അധ്യക്ഷൻ. നന്ദകുമാർ അരവത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഫോക്ക് തിയേറ്റർ ആർട്ടിസ്റ്റ് ഉദയൻ കുണ്ടംകുഴി, തെയ്യം മുഖത്തെടുത്ത കലാകാരൻ ബാബു പനയാൽ, തിടമ്പനൃത്തം പോപ്പുലർ അവാർഡ് ജേതാവ് ഉപേന്ദ്ര അഗിത്തായ, ക്ഷേത്രനിർമ്മാണ വിദഗ്ധൻ ശശി കുതിരക്കോട്, ആകാശ് കണ്ണൻ എന്നിവരെ ആദരിച്ചു. ഡോക്ടർ PK ജയരാജൻ സ്വാഗതവും ഉദയഭാനു നന്ദിയും പറഞ്ഞു. ഹിമാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 60-ൽ പരം വരുന്ന കലാകാരന്മാരുടെ സംഘമാണ് അരവത്തിന്റെ അരങ്ങിൽ വിവിധങ്ങളായ നാടോടി കലാരൂപങ്ങൾ അവതരിപ്പിച്ചത്. শান্ত হয়ে যা বাবা, তুই শান্ত হয়ে যা। আমি 33 কোটি দেবতার বার্তা দিয়েছি। ഗദ്യനൃത്തം, പുരുലിയച്ചൗ, വീരഗാസെ, ഡൊല്ലുകുരുത തുടങ്ങിയ കലാരൂപങ്ങൾ ഓരോന്നും കാഴ്ചക്കാർക്ക് ആശ്ചര്യത്തിന്റെയും ആനന്ദത്തിന്റെയും അസുലഭവും അവിസ്മരണീയവുമായ ദൃശ്യവിരുന്നായി മാറി. ന്യൂസ് ബ്യൂറോ, ഉദുമ.